നമസ്കാരം. സയ്യിദ് മുസ്താഖ് അലി ട്രോഫി T20 ടൂർണമെന്റിൽ കേരളം നോക്കൌട്ട് റൗണ്ടിലെത്താതെ പുറത്തായതോടെ സഞ്ജു സാംസണെ ഇനി എപ്പോഴായിരിക്കും കളിക്കളത്തിൽ കാണാനാവുക എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. വലിയ പ്രതീക്ഷയുമായി ഇറങ്ങിയ കേരള ടീം ഇത്തവണ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവുകയായിരുന്നു. ആന്ധ്രാപ്രദേശ്, മുംബൈ എന്നിവരുൾപ്പെട്ട ഗ്രൂപ്പിൽ 3-ാം സ്ഥാനത്താണ് കേരളം ഫിനിഷ് ചെയ്തത്. ഇതോടെ കേരളത്തിന് നോക്കൌട്ടിലേക്ക് ടിക്കറ്റ് ലഭിച്ചതുമില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല, ബാറ്ററുടെ റോളിലും സഞ്ജുവിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയ ടൂർണമെന്റ് ആയിരുന്നു ഇത്. ഓപ്പണറായി ഇറങ്ങിയ അദ്ദേഹത്തിന് 5 മത്സരത്തിൽ നിന്നും കുറിക്കാനായത് ഒരു 50 മാത്രമാണ്. ഇനി ഏത് ടൂർണമെന്റിലാണ് സഞ്ജു അടുത്തതായി കളിക്കുക? ഇതേക്കുറിച്ചാണ് വിശദമായി നമ്മൾ നോക്കുന്നത്. ഈ മാസം തന്നെ സഞ്ജു സാംസണെ ആരാധകർക്ക് വീണ്ടും കളിക്കളത്തിൽ കാണാൻ സാധിക്കും. 21 മുതൽ ആരംഭിക്കാനിരിക്കുന്ന വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിലാണ് സഞ്ജു അടുത്തതായി കളിക്കാൻ ഇറങ്ങുക. ഈ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനെ നയിക്കുന്നതും സഞ്ജു തന്നെയാകും എന്നാണ് സൂചനകൾ. കേരള ടീമിനെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത ആഴ്ച ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നാണ് വിവരം. വിജയ് ഹസാരെ ട്രോഫി 21-ന് തുടങ്ങുമെങ്കിലും കേരളത്തിന്റെ ആദ്യത്തെ പോരാട്ടം 23-ന് ബറോഡയുമായിട്ടാണ്. രാവിലെ 9:30-നാണ് മത്സരം തുടങ്ങുക. തുടർന്നുള്ള മത്സരങ്ങൾ 26-ന് മധ്യപ്രദേശ്, 28-ന് ഡൽഹി, 31-ന് ബംഗാൾ, ജനുവരി 3-ന് ത്രിപുര, 5-ന് ബീഹാർ എന്നിവരുമായിട്ടാണ് ഉള്ളത്. ഗ്രൂപ്പ് ഇയിലാണ് കേരളം ഇത്തവണ ഉൾപ്പെട്ടിരിക്കുന്നത്. സഞ്ജു സാംസനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ടൂർണമെന്റ് കൂടിയാണ് വിജയ് ഹസാരെ ട്രോഫി. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ജേഴ്സിയിൽ ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്ന ഉറപ്പാണ്. അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കണമെങ്കിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജുവിന് മിന്നിക്കേണ്ടതായുണ്ട്. കേരളത്തിനൊപ്പം മികച്ച സ്കോറുകൾ കുറിക്കാനായാൽ അത് സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്കും വഴി തുറക്കുന്ന കാര്യമാണ്. ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യ കളിക്കുന്ന അവസാനത്തെ ഏകദിന പരമ്പരയും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിജയ് ഹസാരെ ട്രോഫി വഴി ഇന്ത്യൻ ടീമിലെത്തുകയും ഈ പരമ്പരയിൽ കസറുകയും ചെയ്താൽ അത് ചാമ്പ്യൻസ് ട്രോഫി ടീമിലും ഇടം പിടിക്കാൻ സഞ്ജുവിനെ സഹായിക്കുന്ന ഘടകമാകും. അടുത്ത വർഷം അവസാനത്തോടെയാണ് T20 ഏകദിന പരമ്പരകൾക്കായി ഇംഗ്ലണ്ട് ടീം ഇന്ത്യയിലേക്ക് എത്തുക. 5 T20കളും 3 ഏകദിനങ്ങളുമാണ് ഇംഗ്ലീഷ് ടീം ഇവിടെ കളിക്കുന്നത്. ജനുവരി 22 മുതൽ ഫെബ്രുവരി 2 വരെയാണ് T20 പരമ്പര നടക്കുന്നത്. ഏകദിന പരമ്പര ഫെബ്രുവരി 6 മുതൽ 12 വരെയാണ്. സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിലെ സഞ്ജു സാംസന്റെ പ്രകടനം എടുത്താൽ ശരാശരി എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. 5 മത്സരങ്ങളിൽ നിന്നും 149.45 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹത്തിന് നേടാനായത് 136 റൺസ് മാത്രം. ഒരു അർദ്ധ സെഞ്ചുറി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സർവീസസിനെതിരായ ആദ്യ മത്സരത്തിൽ നേടിയ 75 ആയിരുന്നു ഉയർന്ന സ്കോർ. ഇത് മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന് കാര്യമായി ഒന്നും എടുത്തു കാണിക്കാനില്ല. ഗോവയ്ക്കെതിരെ 14 പന്തിൽ 31 റൺസ് നേടാൻ സഞ്ജുവിനായെങ്കിലും കരുത്തരായ മുംബൈ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നിവർക്കെതിരെയെല്ലാം തികഞ്ഞ പരാജയമായി മാറുകയായിരുന്നു. മഹാരാഷ്ട്രക്കെതിരെ 19-ഉം മുംബൈക്കെതിരെ 4-ഉം ആന്ധ്രയ്ക്കെതിരെ 7-ഉം റൺസ് മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ.